ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഗസലാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഉള്ളതിനേക്കാൾ ഇഷ്ടം കൂടുന്നവർ ഏറെയുണ്ട്. ഗസലൊഴുക്കിനിടയിൽ അതിൽ കടന്നു വരുന്ന ഈരടികളുടെ അർത്ഥങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഗസൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന കവി ഒരുപക്ഷെ ഗാലിബായിരിക്കും. തൻ്റെ ദീവാൻ മുഴുക്കയും ഒരു ഈരടിക്ക് മുമ്പിൽ അടിയറ വെച്ചിട്ടുണ്ട്. ആ വളരെ സാധാരണമെന്ന് തോന്നാവുന്ന ഒരു ഈരടിയെക്കുറിച്ചാണ് ഗാലിബ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഗസൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പ്രണയമൂറുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. ഗസൽ എന്താണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആഴമറിഞ്ഞിട്ടോ അല്ല പലപ്പോഴും നമ്മളത് ആസ്വദിക്കുന്നത്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഗസലാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഉള്ളതിനേക്കാൾ ഇഷ്ടം കൂടുന്നവർ ഏറെയുണ്ട്. യഥാർത്ഥത്തിൽ ഗസൽ കവിതയാണ്. ഈ കവിതയുടെ ആഴമറിയുമ്പോഴാണ് ഗസലിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഗായകിയിൽ അതിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുക. ആ വരികളുടെ ഭാവം മനസ്സിലാക്കാൻ സാധിക്കുക. ഗസലൊഴുക്കിനിടയിൽ അതിൽ കടന്നു വരുന്ന ഈരടികളുടെ അർത്ഥങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത്തരമൊരു പരമ്പര നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊരു പേരിട്ടിട്ടുണ്ട്, വരിയാഴം. ഏവർക്കും വരിയാഴത്തിലേക്ക് സ്വാഗതം. ഗസൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന കവി ഒരുപക്ഷെ ഗാലിബായിരിക്കും. ഗാലിബിൻ്റെ കവിതകളുടെ ഗഹനത, ഗാലിബിൻ്റെ അപ്രമാദിത്വം അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെയും അതിനുശേഷവും വളരെയേറെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഗാലിബ് താൻ എഴുതിയിട്ടുള്ള മുഴുവൻ വരികളും താൻ എഴുതിയിട്ടുള്ള മുഴുവൻ കവിതകളും തൻ്റെ ദീവാൻ മുഴുക്കയും ഒരു ഈരടിക്ക് മുമ്പിൽ അടിയറ വെച്ചിട്ടുണ്ട്. ആ ഈരടി തനിക്ക് ലഭിക്കുമെങ്കിൽ തൻ്റെ മുഴുവൻ ദീവാനും പകരം നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മോമിൻ ഖാൻ മൊമിൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ ഒരു കവിയുടെ അസറുസ്കോ ജരാ നഹി ഹോത്ത എന്ന് തുടങ്ങുന്ന ഗസലിലുള്ള വളരെ സാധാരണമെന്ന് തോന്നാവുന്ന ഒരു ഈരടിയെക്കുറിച്ചാണ് ഗാലിബ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തും മേരേ പാസ് ഹോത്തെ ഹോ ഗോയാ, തും മേരേ പാസ് ഹോത്തെ ഹോ ഗോയാ, ജബ് കോയി ദൂസരാ നഹീ ഹോതാ. തും മേരേ പാസ് ഹോത്തെ ഹോ ഗോയാ, ജബ് കോയി ദൂസരാ നഹീ ഹോതാ. രണ്ടാമതൊരാൾ ഇല്ലാതിരിക്കെ, അല്ലെങ്കിൽ ഞാൻ ഏകനായിരിക്കെ, നീ എൻ്റെ അരികിലുള്ളതുപോലെ. ഇതാണ് അതിന് ഏറ്റവും ലളിതമായി നൽകാൻ കഴിയുന്ന അർത്ഥകൽപ്പന. എന്നാൽ ഈ ഈരടിയെ വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ളതാക്കുന്ന ഒരു കാര്യം, ഈ ഈരടിക്ക് വ്യത്യസ്തമായ അർത്ഥഭേദങ്ങൾ കൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഗോയ എന്ന് പറയുന്ന വാക്കിലാണ് ഇതിൻ്റെ കളികൾ കിടക്കുന്നത്. ഇതേ ഈരടിയെ നീ എൻ്റെ അരികിലുണ്ടായിരിക്കെ മറ്റാരും അരികിലില്ലാത്തതുപോലെ എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. മറ്റൊരാളും അരികിലില്ലാത്തപ്പോൾ മാത്രം നീ എൻ്റെ അരികിലുള്ളതുപോലെ എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ഇതിന് വേറെയും അർത്ഥഭേദങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ട്. ഈ അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഇതിൻ്റെ അനായാസതയും ഈ ഒരു കൺസെപ്റ്റുമാണ് യഥാർത്ഥത്തിൽ ഗാലിബിനെ മോഹിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. ഗാലിബിനെ മോഹിപ്പിച്ച ആ ഷെയറിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയതുകൊണ്ട് ഇന്ന് ഇത് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു ഈരടിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.